ഇറാനിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ വിദ്യാർത്ഥി സംഘം ഡൽഹിയിലെത്തി. 110 വിദ്യാർത്ഥികളാണ് ഇന്ന് പുലർച്ചെ ഡൽഹിയിലെത്തിയത്. വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ ഡൽഹി വിമാനത്താവളത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിയിരുന്നു. ഗൗതം ആമ്രകുഞ്ചമുണ്ട് വിവരങ്ങളുമായി. ഗൗതം, എപ്പോഴാണ് ഈ വിദ്യാർത്ഥികൾ എത്തിയത്? ഇറാൻ ഇസ്രയേൽ സംഘർഷം മൂർച്ഛിക്കുകയാണ്. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കണമെന്ന് എംബസിയുമായി വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ എത്ര പേർ എത്തിയിട്ടുണ്ട്? ഇനി എത്ര പേർ എത്താനുണ്ട്? വിശദാംശങ്ങൾ. അഖില, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇറാനിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ആദ്യ സംഘം ഇന്ത്യയിലേക്ക് എത്തിയത്. ഇവർ കഴിഞ്ഞ 2 ദിവസം മുൻപ് തന്നെ അർമേനിയൻ അതിർത്തിയിലെത്തുകയും അവിടെ നിന്നും ദോഹ വഴിയാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. ഇതിൽ ദോഹയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സഞ്ചാരത്തിനിടെ 3 മണിക്കൂറോളം ഫ്ലൈറ്റ് വൈകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ പുലർച്ചയോടുകൂടി ഇവർ ഇന്ത്യയിലെത്തിയത്. നിലവിൽ 110 പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ മടങ്ങിയെത്തിയിരിക്കുന്നത്. ഇതിൽ 90 വിദ്യാർത്ഥികൾ കാശ്മീരിൽ നിന്നുള്ളവരാണ്. മറ്റുള്ളവർ മറ്റ് 20ഓളം വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവരിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടില്ല. എന്നാൽ മലയാളികൾ ഉൾപ്പെടുന്ന സംഘം അടുത്ത ദിവസം തന്നെ രാജ്യത്തേക്ക് മടങ്ങിയെത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ ഇറാനിൽ 13,000-ഓളം വിദ്യാർത്ഥികളാണ് മെഡിക്കൽ കോഴ്സിന് പഠിക്കുന്നത്. ഈ 13,000 വിദ്യാർത്ഥികളെയും അവിടെ നിന്നും ഒഴിപ്പിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുന്നുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒന്ന്, ഇറാനിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ വിദ്യാർത്ഥി സംഘം ഡൽഹിയിൽ എത്തിയിരിക്കുന്നു. 110 വിദ്യാർത്ഥികളാണ് ഇന്ന് പുലർച്ചെ ഡൽഹിയിലെത്തിയത്. ഗൗതം ആമ്രകുഞ്ചമാണ് വിവരങ്ങൾ നൽകിയത്.